ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ഇനി തടസ്സങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവുമാണ് ഒപ്പമുള്ളത്. അതുകൊണ്ട് തന്നെ മുൻ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവസാനം സർക്കാർ അധികാരത്തിലേറുന്നത് വരെ റിസ്ക് നിലനിൽക്കുകയാണ്. പക്ഷേ ഇന്ന് അവർ NDA യോഗത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഒപ്പം നിൽക്കുമെന്ന് നേരത്തെ വാർത്താ സമ്മേളനത്തിലും ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ KC ത്യാഗി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ JDUവിൻ്റെ പിന്തുണയും ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും NDA യോഗത്തിൽ അസ്വാരസ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ 15 പേരും ഇല്ലേ, വലിയവരായിട്ടുള്ള 6 പേർ, 5 പേർ, പിന്നെ ചെറിയ ചെറിയ പാർട്ടികളും, ഇവരെല്ലാം NDAക്കൊപ്പം എന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത്, ഉറപ്പാണ് നൽകുന്നത്. അതുകൊണ്ട് തടസ്സങ്ങൾ ഇല്ലാതെ തന്നെ സർക്കാർ അധികാരത്തിലേറും എന്ന് തന്നെ കരുതാം, അല്ലേ? പ്രഥമ ദൃഷ്ട്യാ തർക്കങ്ങൾ ഒന്നുമില്ലാതെ സുഗമമായി അധികാരത്തിലേറാം എന്ന ഒരു പ്രതീതിയാണ് ഇപ്പോഴുണ്ടാകുന്നത്. എന്നാൽ ഇന്നലെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന വേളയിൽ അങ്ങനെയല്ല തോന്നിയത്. കാരണം ഒരുപക്ഷെ കടുത്ത വിലപേശലിലേക്ക് നിതീഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ ഒപ്പം 12 MP മാരുണ്ട്, ജനതാദൾ യുണൈറ്റഡ് ബീഹാറിൽ നിന്ന്. അതുപോലെ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് ദേശത്തിൻ്റെ 16 MP മാരുണ്ട്. ഈ 2 നേതാക്കളുടെയും പൂർവാശ്രമം നമുക്കെല്ലാം അറിയാവുന്നതാണ്. പല പ്രാവശ്യം മാറിയും മറിഞ്ഞും ചരിഞ്ഞും തിരിഞ്ഞും ചാഞ്ഞും ഒക്കെ നിന്നിട്ടുള്ള കക്ഷികളാണ്. അതുകൊണ്ട് അവരുടെ ഉറപ്പൊക്കെ കുറുപ്പിൻ്റെ ഉറപ്പും പഴയ ചാക്കും പോലെയാണ് പലപ്പോഴും. ഇതൊക്കെ എങ്ങനെ വർക്കൗട്ട് ചെയ്യും എന്ന ഒരു സന്ദേഹമുണ്ട്. പക്ഷേ ഇന്നത്തെ 2 പേരുടെയും പ്രത്യേകിച്ച് എല്ലാ കണ്ണുകളും ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിന്റെ. പക്ഷേ ഈ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് 272 ഉറപ്പിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ. അതിന് ഈ 2 ആളുകളുടെയും പിന്തുണ ഇപ്പോൾ ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ 290-ൽ അധികം സീറ്റുകളിലേക്ക് പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യാം. അതിലിപ്പോൾ നിതീഷ് കുമാറിൻ്റെ JDU, ചന്ദ്രബാബു നായിഡുവിൻ്റെ TDP, പിന്നെ ചിരാഗ് പാസ്വാന്റെ LJP ഉണ്ട്. അതിനു മുൻപ് ഷിൻഡെയുടെ ശിവസേനയുണ്ട്. ഇതെല്ലാം കൂടി അവർ കൂടുമ്പോൾ തന്നെ എത്രയായി? 37 ഇല്ലേ, 37 പേരായി. പിന്നെ JDSന്റെ 2 സീറ്റുകൾ വരുന്നു, 2 സീറ്റുകൾ ഉള്ള അപനാദലിന് 1 സീറ്റ് വരുന്നു, അല്ലേ? ഇത്രയുമാണ് പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന് പറയുന്നത്. പിന്നെ ഓരോന്നും ഓരോരോ സീറ്റുകളാണല്ലോ വന്നിട്ടുള്ളത്. പിന്നെ 2 സീറ്റുകളുള്ള വേറെ ആരുമില്ല, അല്ലേ? ഇല്ല, 2 സീറ്റ്, 1 സീറ്റുകളുള്ള ഉണ്ട്. അതെ. അപ്പോൾ ഓരോരുത്തരുടെയും പിന്തുണ അത്യാവശ്യമാണെങ്കിലും ഈ 5 പേര് ഇല്ലേ, ആ 5 പേരുടെ പിന്തുണ ഉറപ്പായാൽ പിന്നെ അങ്ങനെ കുഴപ്പമില്ലാത്ത അധികാരത്തിലേക്ക് കയറാൻ പറ്റും. ശ്രീ മഞ്ജുഷ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ തറവാട്ടിൽ സകല ഐശ്വര്യങ്ങളോടെയും വാണരളിയ ഒരു കാരണവർ, ആ കാരണവർ ഇന്ന് തറവാട് അതുപോലൊക്കെ തന്നെയുണ്ട്. പക്ഷേ അവിടെ ഇളമുറക്കാർ വളർന്നിരിക്കുന്നു. ആ അമ്മാവൻ്റെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യാൻ തക്ക വലിപ്പം വന്നിരിക്കുന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇല്ലാത്ത ഒരവസ്ഥയിൽ നരേന്ദ്രമോദി ഒരിക്കലും അങ്ങനെ ഒരു അവസരത്തിൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയിട്ടില്ല. ഗുജറാത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് BJPക്ക് ശക്തമായ നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് ഒരു വെല്ലുവിളി ഉണ്ടായിട്ടില്ല. ഇപ്പോഴിതാ 10 വർഷം കഴിഞ്ഞ 10 വർഷം ആദ്യ ടേമിൽ 16ാം ലോക്സഭയിൽ 282 സീറ്റുകൾ, 17ാം ലോക്സഭയിൽ 303 സീറ്റുകൾ. അപ്പോൾ ശക്തമായ ഒരു പാർട്ടി, അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹം സ്വന്തം ചുമലിലേറ്റി അധികാരത്തിലെത്തിക്കുന്നു. അതുകൊണ്ട് മോദിയുടെ വാക്ക് അവസാന വാക്കായിരുന്നു. തിരുവായ്ക്ക് എതിർവായില്ലാത്ത BJPയിലെ നിറസാന്നിധ്യം. അങ്ങനെ വരുമ്പോൾ NDAയിലെ ചെറിയ കക്ഷികൾക്ക് പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വന്നിരുന്നു കഴിഞ്ഞ ദിവസം വരെ. പക്ഷേ ഇപ്പോഴതല്ല അവസ്ഥ. ഏത് നാഞ്ഞൂളും തലപൊക്കുന്ന ഒരവസ്ഥയിലായി മാറിയിരിക്കുന്നു. ഈവൻ 1-2 സീറ്റുകളുള്ള ഘടകകക്ഷികൾക്ക് പോലും വിലപേശാൻ കഴിയുമ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെയൊക്കെ വിലപേശ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. 16 MP മാരെ വെച്ചുകൊണ്ട്, അതുപോലെ 12 MP മാരെ വെച്ചുകൊണ്ട് നിതീഷ് കുമാറും വിലപേശാൻ നോക്കുകയാണെങ്കിൽ മോദിയുടെ എങ്ങനെയാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ ശ്രീ നരേന്ദ്രമോദി മാനേജ് ചെയ്യുന്നത്? നല്ല ഭൂരിപക്ഷമുള്ളപ്പോൾ ഒരു പ്രധാനമന്ത്രി പദത്തിൽ ആധികാരികമായി ഇത് സംസാരിക്കുന്ന പോലല്ല. ദുർബലനായ പ്രധാനമന്ത്രിയായി ഒരുപക്ഷെ മോദിക്ക് ഇരിക്കേണ്ടി വന്നാൽ എങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും? അത് മാത്രമല്ല, അങ്ങനെ വരുമ്പോഴാണ് 75 വയസ്സിൻ്റെ പ്രസക്തി കൂടി ചർച്ച ചെയ്യേണ്ടി വരുന്നൊരവസരമാണ്. ഒരുപക്ഷെ ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി സ്വാഭാവികമായി പ്രധാനമന്ത്രി പദത്തിൽ എത്തുകയും 5 വർഷത്തെ മോദി ഗ്യാരണ്ടി 1 വർഷം കഴിയുമ്പോൾ കേജ്രിവാൾ പറഞ്ഞതുപോലെ അവസാനിപ്പിക്കാൻ മോദി തന്നെ താല്പര്യമെടുത്ത് ഇത് മതിയായി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിലപേശൽ, ഈ സമ്മർദ്ദം എനിക്ക് താങ്ങാനാവില്ല എന്ന രീതിയിൽ ചിന്തകളുണ്ടാകുമോ? അതോ ശ്രീ മൻമോഹൻ സിംഗ് വളരെ സമൃദ്ധമായി വളരെ ചെറിയ നമ്പേഴ്സോടുകൂടി കോൺഗ്രസിന് അന്ന് 14ാം ലോക്സഭയിൽ കോൺഗ്രസിന് കേവലം 145 സീറ്റേ ഉള്ളായിരുന്നു.
അതുപോലെ അടുത്ത ലോക്സഭയിൽ 15ാം ലോക്സഭയിൽ കോൺഗ്രസിന് 206 സീറ്റേ ഉള്ളായിരുന്നു. പക്ഷേ മൻമോഹൻ സിംഗിന് തികച്ചും 5 വർഷം വീതം 10 വർഷം ഭരിക്കാൻ കഴിഞ്ഞു. അതുപോലെയുള്ള ഒരു മെയ്വഴക്കം കാട്ടുമോ? അവിടെ ഒരുപാട് കോംപ്രമൈസ് നയങ്ങളിൽ ഉൾപ്പെടെ BJPയുടെ സ്വന്തം നയങ്ങൾ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഒരുപക്ഷെ അജണ്ടകൾ ഇത് നടപ്പാക്കാനായി ഒരുപക്ഷെ മോദി 3 ഗവൺമെന്റിന് കഴിഞ്ഞു എന്ന് വരില്ല പൂർണ്ണമായി. അതുകൊണ്ട് ഒരുപാട് കോംപ്രമൈസിന് വിധേയനായി പ്രവർത്തിക്കേണ്ടി വരുന്ന, കുറച്ചുകൂടി സ്കെയിൽ ഡൗൺ ചെയ്യുന്ന, ഞാൻ അതീവ ദുർബലൻ എന്നൊന്നും പറയുന്നില്ല, പക്ഷേ സ്കെയിൽ ഡൗൺ ചെയ്യേണ്ടി വരുന്ന ഒരു നരേന്ദ്രമോദി ആയിരിക്കും ഇനി ഒരുപക്ഷെ കാണാനൊക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാവും ഇനിയുള്ള രാഷ്ട്രീയം? കാരണം ഉദ്വേഗജനകമായ പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. വിലപേശൽ രാഷ്ട്രീയം ഒരു പുതിയ ഒരു തലത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ അസ്ഥിരത, അതുകൊണ്ടാണല്ലോ ഇന്നലെ വിപണി വല്ലാതെ ലോഹരി വിപണികൾ ഉൾപ്പെടെ വല്ലാതെ ചാഞ്ചാടിയതും 5% ബോംബെ സെൻസിറ്റീവ് ഇൻഡെക്സ് തകർന്നതുമൊക്കെ അങ്ങനെയാണ്. പക്ഷേ കുറച്ചുകൂടി ആത്മവിശ്വാസം തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായിരിക്കണം ഇന്ന് 3-3.5% ഉയർന്നു എന്ന് പറയുമ്പോൾ സ്ഥിതിഗതികൾ നോർമലൈസ് ചെയ്യുന്നു എന്ന ഒരു പ്രതീക്ഷയും ഇപ്പോഴുണ്ട് പൊതുസമൂഹത്തിന്.